ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സമ്മിശ്രയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ചെറിയ മത്തി, അതായത് ചാള, ചെറിയ ചാള അച്ചാറിടുന്നതാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾക്ക് എല്ലാ വീടുകളിലും ഈ ചെറിയ ചാള ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് കൂടുതൽ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് അച്ചാറിടാനായിട്ട് മാറ്റിവെച്ചതാണ്. നമ്മളാദ്യം മത്തി വെട്ടി വൃത്തിയാക്കി അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ പുരട്ടി കുറച്ച് സമയം ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് പാൻ ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിച്ച് മീനെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കാരണം എനിക്ക് ഈ അച്ചാർ മോൾക്ക് ഹോസ്റ്റലിൽ കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് നല്ലെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. നമ്മൾക്ക് അധിക നാൾ കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ നമ്മളിതുപോലെ നല്ലെണ്ണയിൽ വേണം ഇത് പാകം ചെയ്യാൻ. പെട്ടെന്ന് അച്ചാർ എടുത്ത് തീർക്കുമെന്നുണ്ടെങ്കിൽ, അതായത് അധിക നാൾ ഇരിക്കണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വെളിച്ചെണ്ണയിലാണേലും ഇത് വറുത്തെടുക്കാവുന്നതാണ്. എനിക്കിത് ഹോസ്റ്റലിൽ കൊടുത്തു വിടേണ്ടതുകൊണ്ടാണ് ഞാനിതിപ്പോൾ നല്ലെണ്ണയിൽ വറുത്തെടുക്കുന്നത്. മത്തി നല്ലതുപോലെ നന്നായിട്ട് എണ്ണയിൽ വറുത്ത് കോരി എടുക്കണം. ചെറിയ മത്തി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ അച്ചാറിട്ടാൽ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. മത്തി ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അത് നന്നായിട്ട് ഫ്രൈ ആയ ശേഷം കോരിയെടുക്കണം. എനിക്ക് ഈ വലത് കൈക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി വലത് കൈ ഉയർത്താൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ ശരിയായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതൊക്കെ ഇളക്കുമ്പോഴും കോരുമ്പോഴൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് കൈക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു, കൈക്ക് ഇപ്പോഴും ശരിയായിട്ടില്ലല്ലേ, അത് കാണുമ്പോഴേ അറിയാമെന്ന്, വീഡിയോ കാണുമ്പോഴേ അത് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അറിയാത്തവർ വിചാരിക്കും ഇതെന്താ ഇങ്ങനെയെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് കൈ ശരിയായി വരുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ മീൻ വറുത്ത് എടുത്ത ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി, ഞാനിവിടെ കാന്താരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് അരിഞ്ഞത് നമ്മൾ ആ മീൻ വറുത്ത് കോരിയ എണ്ണയിൽ തന്നെ നമ്മൾക്കിത് മൂപ്പിച്ചെടുക്കാൻ പറ്റും. ചെറിയ തീയിൽ നമ്മൾ ഈ വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കി എടുക്കണം. അതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറഞ്ഞ തീയിൽ 3-4 മിനിറ്റ് നേരം നമ്മൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ നല്ല പച്ചമണമെല്ലാം മാറി നല്ല സ്മെല്ല് വരും. ആ സമയത്ത് വേണം നമ്മൾക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാൻ. ഞാനിവിടെ 3 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി അധികവും സാദാ മുളക് പൊടി കുറവുമാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ മീൻ ആദ്യമേ തന്നെ മുളകും ഉപ്പും മഞ്ഞൾ പൊടിയെല്ലാം പുരട്ടിയാണ് നമ്മൾ വറുത്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് മുളക് പൊടി വീണ്ടും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ അളവ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് നമ്മൾ ഓരോരുത്തരും വീട്ടിൽ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്, കായപ്പൊടി, ഉലുവാപ്പൊടി എന്നിവ ഇതിൽ ചേർക്കണം. തീ നമ്മൾ ഓഫ് ചെയ്തിട്ട് വേണം ഈ പൊടിവർഗ്ഗങ്ങളെല്ലാം ചേർക്കാൻ. ചൂടായ എണ്ണയിൽ നന്നായിട്ടത് വഴറ്റിയെടുക്കുക. നമ്മളിത് നന്നായിട്ട് വഴന്ന ശേഷം മീനിടുമ്പോൾ സ്റ്റൗ ഓൺ ചെയ്താൽ മതി. ഇത് നമ്മൾ ഓഫ് ചെയ്തിട്ട് വേണം ഈ പൊടിയെല്ലാം ഇട്ട് മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. നന്നായിട്ട് മൂത്ത മണം വരുമ്പോൾ നമ്മൾക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് തന്നെ വേപ്പില ഇട്ട് കൊടുക്കണം. വേപ്പിലയും ഇട്ട് കൊടുത്ത ശേഷമാണ് നമ്മൾ ഈ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടത്. ഇത് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു അച്ചാറാണ്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് സമയമൊന്നും ഇതിന് വേണ്ട. നമ്മൾക്കിതെല്ലാം മീനൊന്ന് വറുത്തെടുക്കേണ്ട താമസമേ ഉള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.
അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇപ്പോഴാകുമ്പോഴത്തേക്ക് മത്തി ചെറിയ മത്തി കിട്ടുകയുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ വലുതാകും. അപ്പോൾ മത്തി വലുതാകും മുന്നേ തന്നെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾക്ക് ഇതിനകത്തേക്ക് വിനാഗിരി ചേർക്കാം. ഞാൻ ആദ്യം 1 കപ്പ് വിനാഗിരിയാണ് ചേർത്തത്. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അത് വിനാഗിരി പോരാ. അത് നമ്മൾ പുളി നോക്കണം, നോക്കിയിട്ട് പോരാത്തത് നമ്മൾ ബാക്കി ചേർത്ത് കൊടുക്കണം. വിനാഗിരി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കണം. അപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ, തീ കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ അത് വെച്ച് വിനാഗിരി ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് പുറമേ എണ്ണ തെളിഞ്ഞ് വരും. അതാണ് അതിൻ്റെ പാകം. അപ്പോഴത്തേക്ക് നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇങ്ങനെയാണ് ചെറിയ മത്തി അച്ചാറിടുന്നത്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.